Good morning, students. Today we are going to study about the classification of bryophytes. Bryophytes has been classified differently at different times. Etzler in 1813 grouped them under two classes, namely Hepatica and Musae. Hepatica comprises of liverworts and hornworts, and Musae comprises of mosses. Later on, Egler in 1892 subdivided each of these classes into three orders as follows. ബ്രയോഫൈറ്റ്സിനെ പലരും പല സമയങ്ങളിലായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനകത്ത് എച്ച്ലർ 1813 അവരെ രണ്ട് ക്ലാസ്സായിട്ട് ക്ലാസിഫൈ ചെയ്തു, ക്ലാസ് ഹിപ്പാറ്റിക്ക ആൻഡ് ക്ലാസ് മ്യൂസൈ. അതിനകത്ത് ഹിപ്പാറ്റിക്കകത്ത് ലിവർവേർഡ്സും ഹോൺവേർഡ്സും മ്യൂസൈക്കകത്ത് മോസസുമാണ് ഇൻക്ലൂഡ് ചെയ്തത്. എഗ്ലർ സബ്ഡിവൈഡ് ചെയ്തു ഈ ക്ലാസ്സസിനെ 3 ഓർഡേഴ്സ് ഈച്ച് ആയിട്ട്. അതിനകത്ത് ക്ലാസ് ഹിപ്പാറ്റിക്കകത്ത് വരുന്നതാണ് ഓർഡർ മാർക്കാൻഷ്യൽസ്, ഓർഡർ ജംഗമാനിയൽസ്, ഓർഡർ ആന്തോസിറോട്ടേൽസ്. ക്ലാസ് മ്യൂസൈക്കകത്തുള്ളതാണ് ഓർഡർ സ്പാഗ്നേൽസ്, ഓർഡർ ആൻഡ്രിയൽസ് ആൻഡ് ഓർഡർ ബ്രയേൽസ്. Howe preferred to elevate the order Anthocerotails to the status of a class and accordingly recognized three classes, namely Hepatica, Anthocerotae and Musae. Howe ക്ലാസ് ഹിപ്പാറ്റിക്കകത്തുള്ള ഓർഡർ ആന്തോസിറോട്ടെയിൽസിനെ ഒരു ക്ലാസ് എന്ന സ്റ്റാറ്റസിലോട്ട് ഉയർത്തി. അങ്ങനെ 3 ക്ലാസ്സസ് ആയി, ക്ലാസ് ഹിപ്പാറ്റിക്ക, ആന്തോസിറോട്ടെ ആൻഡ് മ്യൂസൈ. റോത്ത്മേറ്റർ 1951 സജസ്റ്റ് ചെയ്തു, നെയിംസിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. ഹിപ്പാറ്റിക്കയ്ക്ക് പകരം ഹിപ്പാറ്റിക്കോപ്സിഡ, ആന്തോസിറോട്ടയ്ക്ക് പകരം ആന്തോസിറോട്ടോപ്സിഡ ആൻഡ് മ്യൂസൈക്ക് പകരം ബ്രയോപ്സിഡ എന്നായി റോത്ത്മേറ്ററിൻ്റെ മോഡിഫൈഡ് ആയിട്ടുള്ള നെയിംസ്. പ്രോസ്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രോസ്കേഴ്സ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ 1953 അദ്ദേഹം ഈ ക്ലാസിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ഒരു ചെറിയ മോഡിഫിക്കേഷൻ, ആ നെയിംസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തി. ആന്തോസിറോട്ടോപ്സിഡ എന്നാക്കി, ആന്തോസിറോപ്സിഡ എന്നതിന് പകരം ആന്തോസിറോട്ടോപ്സിഡ എന്നാക്കി അദ്ദേഹം. Prosker proposed a classification which shows a significant deviation from the above system. പ്രോസ്കർ 1957 വീണ്ടും ആ ക്ലാസിഫിക്കേഷനിൽ ഒരു ഭയങ്കര വ്യത്യാസം വരുത്തി. അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡീവിയേഷൻ ആയിരുന്നു ഫ്രം ദ എബവ് സിസ്റ്റം. ഹി ഇൻക്ലൂഡഡ് ഗ്രീൻ ആൽഗെ ആൻഡ് ഓൾ ദ ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ദ ഡിവിഷൻ ക്ലോറോഫൈറ്റ. നമ്മൾ ആൽഗയിൽ പഠിച്ചതായിരുന്നു ഡിവിഷൻ ക്ലോറോഫൈറ്റ. പ്രോസ്കർ എന്നെ ചെയ്തെന്ന് വെച്ചാൽ എല്ലാ ഗ്രീൻ ആൽഗേനെയും ഗ്രീൻ പ്ലാന്റ്സിനെയും ഡിവിഷൻ ക്ലോറോഫൈറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെ ഡിവിഷൻ ക്ലോറോഫൈറ്റയ്ക്കകത്തുള്ള ഒരു ക്ലാസ് മാത്രമായി, ക്ലാസ് ബ്രയോപ്സിഡ എന്ന് പറഞ്ഞൊരു ക്ലാസ് മാത്രമായി ബ്രയോഫൈറ്റ്സ്. ആ ക്ലാസ്സിനെ വീണ്ടും 3 സബ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ക്ലാസ് ഹിപ്പാറ്റിസിഡെ, ക്ലാസ് ആന്തോസിറിറ്റിഡെ ആൻഡ് ക്ലാസ് ബ്രൈഡെ. അങ്ങനെ 3 ക്ലാസ്സസ് ആയിട്ടാണ് പ്രോസ്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് സ്കീം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ടു ഡിവൈഡ് ബ്രയോഫൈറ്റ ഇൻ ടു 3 ക്ലാസ്സസ്. ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസിഫിക്കേഷനകത്തും ബ്രയോഫൈറ്റിനെ 3 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഹിപ്പാറ്റിക്കോപ്സിഡ, ആന്തോസിറോട്ടോപ്സിഡ ആൻഡ് ബ്രയോപ്സിഡ. അതിനകത്ത് ഹിപ്പാറ്റിക്കോപ്സിഡയ്ക്കകത്ത് 6 ഓർഡേഴ്സ് ആണുള്ളത്. ഓർഡർ സ്പെയറോകാർപ്പേഴ്സ്, ഓർഡർ മാർക്കാൻഷ്യൽസ്, ഓർഡർ മെറ്റ്സ്ഡെറിയൽസ്, ഓർഡർ ജംഗമാനിയൽസ്, ഓർഡർ കാലോബ്രയൽസ് ആൻഡ് ഓർഡർ ടക്കാറ്റിയൽസ്. ഇനി ഡിവിഷൻ ബ്രയോഫൈറ്റയ്ക്കകത്ത് അടുത്ത ക്ലാസ്സാണ് ക്ലാസ് ആന്തോസിറോട്ടോപ്സിഡ. അതിന് ഒരു ഓർഡറേ ഉള്ളൂ, ആന്തോസിറോട്ടേൽസ്. ക്ലാസ് ബ്രയോപ്സിഡയ്ക്ക് 3 സബ് ക്ലാസ്സുകളുണ്ട്. സബ് ക്ലാസ് പാഗ്നോബ്രയ, സബ് ക്ലാസ് ആൻഡ്രിയോബ്രയ ആൻഡ് സബ് ക്ലാസ് യൂബ്രയ. സബ് ക്ലാസ് പാഗ്നോബ്രയയിലാണ് ഓർഡർ സ്പാഗ്നേൽസ് വരുന്നത്. സബ് ക്ലാസ് ആൻഡ്രിയോബ്രയയ്ക്കകത്താണ് ഓർഡർ ആൻഡ്രിയൽസ്. ആൻഡ് സബ് ക്ലാസ് യൂബ്രയയ്ക്കകത്ത് 15 ഓർഡേഴ്സാണുള്ളത്. 15 ഓർഡേഴ്സിനകത്ത് ഫ്യൂണേറിയൽസ് എന്ന് പറയുന്ന ഓർഡറും പോളിട്രൈക്കൽസ് എന്ന് പറയുന്ന ഓർഡറുമാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഇനി ഓരോന്നും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ഹിപ്പാറ്റിക്കോപ്സിഡയിലുള്ള മെമ്പേഴ്സിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ലിവർ വേർഡ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 ഓർഡേഴ്സ്, 9 families and nearly 225 genera and about 8,500 species. ഈ ഫാമിലിയുടെ ബാക്കി സാലിയൻ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഗ്യാമിറ്റോഫൈറ്റ് ആണ്. അവരുടെ ഗ്യാമിറ്റോഫൈറ്റ് സോയിൽ സർഫസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളൊരു ഗ്യാമിറ്റോഫൈറ്റ് ആണ്. വിച്ച് ഇസ് എയ്തർ എ താലോയിഡ് ഫോം ഓർ എ ഫോളിയോസ് ഫോം. ഒന്നല്ലെങ്കിൽ താലോയിഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ ആയിട്ടുള്ള ലീവ്സോ റൂട്ട്സോ സ്റ്റെമ്മോ ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ
താലോയിഡ് ഫോം. ഫോളിയോസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലീഫ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ളവരെയാണ് നമ്മൾ ഫോളിയോസ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോർസി വെൻട്രലി ആയിട്ട് ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഡോർസൽ സൈഡിലും വെൻട്രൽ സൈഡിലും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഡോർസലും വെൻട്രൽ സൈഡും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു ഗാമിറ്റോഫൈറ്റ് ആണ്, വിച്ച് ഇസ് either a thalloid form or a foliose form and can be differentiated into axis and leaves. ആക്സിസും ലീവ്സും നമുക്ക് പറയാവുന്ന ഒരു സ്ട്രക്ചറും അവർക്കുണ്ട്. ഫോളിയോസ് ഫോംസിനകത്ത് ലീവ്സ് ആർ ഡിവോയ്ഡ് ഓഫ് മിഡ് റിബ് ആൻഡ് ആർ അറേഞ്ച് ഇൻ 2 to 3 rows on the axis. ഫോളിയോസ് ഫോമിനകത്ത് ലീവ്സ് എന്ന് നമ്മൾ പറയുന്ന ആ സ്ട്രക്ചറിന് മിഡ് റിബ് ഇല്ലാതെ ആർ അറേഞ്ച് ഇൻ 2 or 3 rows in the axis. 2 or 3 rows ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കണം. സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ഫ്രം സൂപ്പർഫിഷ്യൽ സെൽസ്. സൂപ്പർഫിഷ്യൽ സെൽസിൽ നിന്നാണ് സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഹിപ്പാറ്റിക് ഓപ്സിഡയ്ക്കകത്ത് ഹിപ്പാറ്റിക് ഓപ്സിഡ. പിന്നെ ദേ ആർ ഡോർസൽ ഇൻ മോസ്റ്റ് കേസസ് ആൻഡ് ടെർമിനൽ ഇൻ ഫ്യൂ കേസസ്. സെക്സ് ഓർഗൻസ് ഒന്നല്ലെങ്കിൽ ഡോർസൽ സർഫസിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ടെർമിനൽ റീജിയനിലായിരിക്കും. ഇപ്പോൾ സെക്സ് ഓർഗൻസ് ഡെവലപ്പ് ഫ്രം സൂപ്പർഫിഷ്യൽ സെൽസ്. സൂപ്പർഫിഷ്യൽ സെൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിൽ കാണുന്ന സെൽസിൽ നിന്നാണ് സെക്സ് ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യണത്. ദേ ആർ ഡോർസൽ ഇൻ മോസ്റ്റ് കേസസ്. ഡോർസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവർ ബാക്ക് അല്ലെങ്കിൽ അപ്പർ സൈഡിലായിട്ടായിരിക്കും അവരുടെ സെക്സ് ഓർഗൻസ് എല്ലാം കാണുക. ആൻഡ് ടെർമിനൽ ഇൻ ഫ്യൂ. ടെർമിനൽ എന്ന് പറയുമ്പം അറ്റത്തായിരിക്കും മിക്കവാറുമായിട്ട് കാണാറില്ല. ഡോർസലായിരിക്കും മോസ്റ്റ് കേസസിനകത്ത്, അതുപോലെ തന്നെ ടെർമിനൽ റീജിയനിലും ആയിരിക്കും ചിലതിനകത്ത് ഏറ്റവും അറ്റത്തായിട്ട്. ഡോർസി വെൻട്രലി ഫ്ലാറ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർസൽ സൈഡും അതായത് അപ്പർ സൈഡും ലോവർ സൈഡും ഫ്ലാറ്റൻഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ് എന്ന് പറയണത്. ഇതാണ് ഒരു ഫോളിയോസ് ലിവർവേർട്ടാണ് ഈ കാണിച്ചേക്കുന്നത്. ഫോളിയോസ് ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഏകദേശം സ്ട്രക്ചർ ഉണ്ടെന്ന് നമുക്ക് പറയാവുന്ന ഫോളിയോസ് ലിവർവേർട്ട്. ഇനി ഇവിടെ സ്പോറോഫൈറ്റ് മേ ബി സിമ്പിൾ ഓർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ക്യാപ്സ്യൂൾ ആൻഡ് ഫ്യൂട്ട് or into capsule, fruit and seta. ഇവിടെ സ്പോറോഫൈറ്റ് സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഗാമിറ്റോഫൈറ്റ്, ഇതിനകത്ത് ഗാമിറ്റോഫൈറ്റും ഉണ്ട് സ്പോറോഫൈറ്റും ഉണ്ട്. അതിനകത്ത് സ്പോറോഫൈറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഗാമിറ്റോഫൈറ്റ്. സ്പോറോഫൈറ്റ് ചില മെമ്പേഴ്സിനകത്ത് സിമ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ക്യാപ്സ്യൂള് മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ക്യാപ്സ്യൂളും ഫൂട്ടും കാണും, അല്ലെങ്കിൽ ക്യാപ്സ്യൂളും ഫൂട്ടും സീറ്റയായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് ആ ഫസ്റ്റ് പിക്ചറിൽ കാണിച്ചേക്കുന്ന സ്ട്രക്ചർ ആട്ടോ ജെമ്മ എന്ന് പറയണത് ആ ഫസ്റ്റ് ഡയഗ്രത്തിനകത്ത് കാണിച്ചേക്കുന്ന ആ ചെറിയ ചെറിയ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ജെമ്മ എന്ന് പറയുന്നത്. ജെമ്മ നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനകത്ത് ഒരു മെത്തേഡാണ് ജെമ്മ ഫോർമേഷൻ എന്ന് പറഞ്ഞിരുന്നു. സ്പോറോഫൈറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ ഗാമിറ്റോഫൈറ്റ് ഫോർ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്. പിന്നെ ആർക്കിസ്പോറിയം ഓർ സ്പോറോജീനിയസ് ടിഷ്യൂ ഡെവലപ്സ് ഫ്രം ദ എൻഡോതീഷ്യം ഓഫ് സ്പോറോഗോണിയം. സ്പോറോജീനിയസ് ടിഷ്യൂ, സ്പോറോഫൈറ്റിനകത്തുള്ള ടിഷ്യൂ ആണ് നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂ. ക്യാപ്സ്യൂളിലുള്ള ടിഷ്യൂവിനെയാണ് സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ നിന്നായിരുന്നു സ്പോർ ഉണ്ടാവുന്നത്. അപ്പം ഈ ഡെവലപ്സ് ഫ്രം ദ എൻഡോതീഷ്യം, സ്പോറോഗോണിയത്തിൻ്റെ എൻഡോതീഷ്യത്തിൽ നിന്നാണ് സ്പോറോജീനിയസ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യണത്. ഇവിടുത്തെ സ്പോറോഗോണിയത്തിൻ്റെ വാൾ 1 to several ലെയേർഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഡിവോയിഡ് ഓഫ് സ്റ്റൊമേറ്റ ആയിരിക്കും. ഡെഹിസൻസ് ഓഫ് ദ സ്പോറോഗോണിയം ഇസ് ഇറഗുലർ ഡെഹിസൻസ് ആണ് സ്പോറോഗോണിയം കാണിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡയഗ്രത്തിനകത്ത് ആ പൊങ്ങി നിൽക്കുന്ന ആ സ്ട്രക്ചറില്ലേ, ഒരു ട്രീ പോലെ അല്ലെങ്കിൽ ഒരു മഷ്റൂം പോലെ ആ പൊങ്ങി നിൽക്കുന്ന ആ സ്ട്രക്ചർ, അതാണ് ഇവരുടെ ആർക്കിഗോണിയം അല്ലെങ്കിൽ നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതുപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയാലും ഇതുപോലെ തന്നെയാണ് ഇവരുടെ നിൽക്കുന്നത്. ഇതാണ് ആ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ എന്നുള്ള റീജിയനൊക്കെ നമുക്ക് കാണുന്നത് ഈ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനകത്താണ് ഫീമെയിലിൻ്റെ. ഇത് ആന്ത്രീഡിയോഫോർ എന്ന് പറയും. ഫീമെയിൽ സെക്സ് ഓർഗൻ കാണുന്ന സ്ട്രക്ചറിനെ നമ്മൾ ആ സ്റ്റോക്കുള്ള സ്ട്രക്ചറിന് നമ്മൾ ആന്ത്രീഡിയോഫോർ എന്നാണ്. ഈ ഡയഗ്രത്തിൽ കാണുന്നത് ആന്ത്രീഡിയോഫോർ ആണ്. അതുപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഇതാണെങ്കിൽ നമ്മൾ ആർക്കിഗോണിയോഫോർ എന്ന് പറയും. ഫീമെയിൽ സെക്സ് ഓർഗൻ കാണുന്ന സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ ആർക്കിഗോണിയോഫോർ എന്നാണ് പറയണത്. സ്പോറോഫൈറ്റിൻ്റെ ഫൂട്ടും സീറ്റയും ക്യാപ്സ്യൂളുള്ള സ്ട്രക്ചറാണ് ഇതിനകത്ത് രണ്ടാമത്തെ സ്ട്രക്ചർ. ഫൂട്ടുണ്ട്, സീറ്റയുണ്ട്, ക്യാപ്സ്യൂളുണ്ട്. അതുള്ള വേറൊരു ഹാബിറ്റിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് ഈ രണ്ടാമത്തെ ഡയഗ്രാം. ഇതിനെ തന്നെ നമ്മൾ ഹാബിറ്റിൽ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ എങ്ങനെ നേച്ചറിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ തേർഡ് ഫോട്ടോ.
ഇനി ആന്തോസിറോടോപ്സിഡ അല്ലെങ്കിൽ ഹോൺവേർഡ്സ്. ആന്തോസിറോടോപ്സിഡ is divided into a single order, 2 families, 6 genera and more than 300 species. Anthoceratopsida is divided into a single order. ഒരു ഓർഡറേ ഉള്ളൂ. 2 families, 6 genera and more than 300 species. The gametophyte is dorsiventrally flattened and thalloid. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ gametophyte Hepaticopsida പോലെ തന്നെ dorsiventrally flattened ആണ്, thalloid forms ആണ്, and remain attached to a substratum with the help of simple and smooth walled ആയിട്ടുള്ള റൈസോയിഡ്സ് നമ്മൾ പറഞ്ഞതായിരുന്നു. ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ സിമ്പിളും സ്മൂത്ത് വാൾഡ് ആയിട്ടുള്ള റൈസോയിഡ്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഇവർ സബ്സ്ട്രേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സ് ആൻഡ് വെൻട്രൽ സ്കെയിൽസ് ആർ ആബ്സെൻറ്റ്. ഇവരുടേതിനകത്ത് ട്യൂബർക്കുലേറ്റഡ് ആയിട്ടുള്ള റൈസോയിഡ്സും വെൻട്രൽ സ്കെയിൽസും ആബ്സെൻ്റ് ആണ്. സ്മൂത്ത് വാൾസിൻ്റെ നേരെ ഇതായിട്ടുള്ള ഇറഗുലേർഡ് ആയിട്ടുള്ള വാൾസ് ഉള്ളതിനെയാണ് നമ്മൾ ട്യൂബർക്കുലേറ്റ് റൈസോയിഡ്സ് ആണ്. അപ്പം ഇതിനകത്ത് ട്യൂബർക്കുലേറ്റ് ആയിട്ടുള്ള റൈസോയിഡ്സും വെൻട്രൽ സ്കെയിൽസും ആബ്സെൻ്റ് ആണ്. താലസ് ഇൻറ്റേർണലി ഹോമോജീനിയസ് ആണ്. താലസിൻ്റെ നമ്മൾ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഏകദേശം ഈ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കുന്നൊരു താലസാണ്. എല്ലാ വശവും അപ്പർ സൈഡായാലും ലോവർ സൈഡായാലും ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ മൊത്തം ഇതിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഹോമോജീനിയസ് എന്ന് പറയുന്നത്. താലസ് ടിഷ്യൂ അൺഡിഫറൻഷിയേറ്റഡ് ആണ്, വലിയ ഡിഫറൻഷിയേഷൻ ഒന്നും ഇല്ലാത്ത ടിഷ്യൂ ആണ് താലസ് ടിഷ്യൂ. ആൻഡ് ഈച്ച് സെൽ ഇസ് യൂണിന്യൂക്ലിയേറ്റ് വിത്ത് എ പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് എ പൈറിനോയിഡ്. ആന്തോസിറോടോപ്സിഡയുടെ മെമ്പേഴ്സിനകത്ത് ഓരോ സെല്ലും യൂണിന്യൂക്ലിയേറ്റഡ് ആയിരിക്കും ആൻഡ് ഇസ് ഹാവിങ് എ പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റും അതുപോലൊരു പൈറിനോയിഡും ഉണ്ട്. സെക്സ് ഓർഗൻസ് റിമെയിൻ എംബഡഡ് ഇൻ ദ ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂ. സെക്സ് ഓർഗൻസ് റിമെയിൻ എംബഡഡ് ഇൻ ദ ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂ ഓൺ ദ ഡോർസൽ സൈഡ് ഓഫ് ദ താലസ്. ഓൺ ദ ഡോർസൽ സൈഡ്, അത് അവിടെ മിസ്സിങ് ആയി പോയേക്കണം കേട്ടോ. സെക്സ് ഓർഗൻസ് എംബഡഡ് ആയിട്ടായിരിക്കും ഗാമിറ്റോഫൈറ്റിക് ടിഷ്യൂവിനകത്ത് എംബഡഡ് ആയിട്ടായിരിക്കും കാണുക. ഡോർസൽ സൈഡിൽ മുകൾ ഭാഗത്തായിട്ടായിരിക്കും കാണുക. ആന്ത്രീഡിയ ഡെവലപ്പ് ഫ്രം ദ ഹൈപ്പോഡെർമൽ സെൽസ്. ആന്ത്രീഡിയ ഡെവലപ്പ് ചെയ്യുന്നത് ഹൈപ്പോഡെർമൽ സെൽസിൽ നിന്നും. ആർക്കിഗോണിയ ഡെവലപ്പ് ചെയ്യുന്നത് സൂപ്പർഫിഷ്യൽ സെൽസിൽ നിന്നുമാണ്. ആന്ത്രീഡിയ ഹൈപ്പോഡെർമൽ സെൽസിൽ നിന്നും, ആർക്കിഗോണിയ ഡെവലപ്സ് ഫ്രം ദ സൂപ്പർഫിഷ്യൽ സെൽസിൽ നിന്നാണ്. സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലുള്ളത്. ഹൈപ്പോഡെർമൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സർഫസിൽ നിന്ന് മാറി കുറച്ചും കൂടെ അകത്തോട്ടുള്ള സെൽസാണ് ഹൈപ്പോഡെർമൽ സെൽസ് എന്ന് പറയുന്നത്. ഇതാണ് ആന്തോസിറോടോപ്സിഡയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡയഗ്രാം. സ്പോറോഗോണിയ elongated ആയിരിക്കും, elongated and cylindrical, and is differentiated into food capsule and a meristematic region. The meristem is intercalary and it is active throughout the growing season. അവരുടെ ആ സ്പോറോഗോണിയം അല്ലെങ്കിൽ ആ സ്പോറോഗോണിയം എലോങ്ങേറ്റഡും സിലിണ്ട്രിക്കലും ആയിട്ടുള്ള സ്ട്രക്ചർ. ഇതിനകത്ത് ഈ വലിയ ഡയഗ്രാമാണ് സ്പോറോഗോണിയം കാണിച്ചേക്കണേ. എലോങ്ങേറ്റഡ് ആണ്, സിലിണ്ട്രിക്കൽ ആണ്. അതിനെ ഫുഡ് സീറ്റ് ആൻഡ് ക്യാപ്സ്യൂളായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു മെരിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റീജിയൻ ഉണ്ട്. മെരിസ്റ്റം ഇൻ്റർകാലറി മെരിസ്റ്റം ആൻഡ് ഇറ്റ് ഇസ് ആക്റ്റീവ് ത്രൂ ഔട്ട് ദ ഗ്രോയിങ് സീസൺ. അത് ത്രൂ ഔട്ട് ആക്റ്റീവ് ആയിരിക്കും. ദ വാൾ ഓഫ് ദ ക്യാപ്സ്യൂൾ. ആന്തോസിറോടോപ്സിഡയിലെ ക്യാപ്സ്യൂളിൻ്റെ വാൾ എന്ന് പറഞ്ഞാൽ 4 to 12 തിക്കായിരിക്കും ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്റ്റൊമേറ്റ ഉണ്ട്. ദ സെൻട്രൽ സ്റ്റെറൈൽ പോർഷൻ ഓഫ് ദ സ്പോറോഗോണിയം ഫോംസ് എ കോളുമെല്ല. സ്പോറോഗോണിയത്തിൻ്റെ നടുക്കുള്ള പോർഷൻ, അതാ ഈ ഡയഗ്രത്തിനകത്ത് കോളുമെല്ല ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയത് സെൻട്രൽ സ്റ്റെറൈൽ പോർഷൻ of the sporogonium forms a columella which is surrounded by sporogenous tissue and spores. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ടാണ് സ്പോറോജീനിയസ് ടിഷ്യൂ സ്പോർസും കാണുന്നത്. സെൻട്രലിലെ പോർഷൻ സ്റ്റെറൈലാണ്, അതിന് ചുറ്റുമുള്ള റീജിയനിലാണ് സ്പോറോജീനിയസ് ടിഷ്യൂവും സ്പോറും ഫോം ചെയ്യുന്നത്. ദ സ്പോറോജീനിയസ് മാസ് ഡെവലപ്സ് ഫ്രം ആംഫിതീക്കം ആൻഡ് ഇറ്റ് ആർച്ചസ് ഓവർ ദ കോളുമെല്ല. സ്പോറോജീനിയസ് ടിഷ്യൂ ഡെവലപ്പ് ചെയ്യുന്ന ആംഫിതീക്കം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നും ആൻഡ് ഇറ്റ് ആർച്ചസ് ഓവർ ദ കോളുമെല്ല. Now coming on to division Bryopsida. Division Bryopsidയ്ക്കകത്ത് മോസസ് ആണ് ഉള്ളത്. കൺസിസ്റ്റ് ഓഫ് 28 families, 660 genera and 15 to 500 species. The gametophytic plant body is differentiated into main axis, leaves and rhizoids. The gametophytic plant body is differentiated into axis, stem, leaves and rhizoids.
Leaves are spirally arranged and rhizoids are multicellular, branched and obliquely septate. Leaves spirally arranged ആണ്, rhizoids multicellular ആണ്, branched ആണ്, obliquely septate ആണ്. ഇതിനകത്ത് മോർ ദാൻ 15 to 500 എന്നല്ല കേട്ടോ, മോർ ദാൻ 15,500 സ്പീഷീസ് എന്നാട്ടോ. Bryopsida consists of 28 families, 660 genera and more than 15,500 species. The gametophytic plant body is differentiated into axis, stem, leaves and rhizoids. Leaves spirally arranged ആയിരിക്കും, rhizoids multicellular branched ആണ്, obliquely septate ആയിട്ടായിരിക്കും, septate ആയിട്ടുള്ള septum ഉള്ള rhizoids ആണ്. Leaves are arranged around the axis in 3 to 8 rows ആയിട്ടാണ് ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തേക്കണം. ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മിഡ്രിബ് പ്രസൻ്റ് ആണ്. സെക്സ് ഓർഗൻസ് ആൻഡ്രീഡിയ ആൻഡ് ആർക്കിഗോണിയ ആർ എപ്പിക്കൽ പോർഷനിലാണ് കാണാൻ. ദേ ഡെവലപ്പ് ഫ്രം സൂപ്പർഫിഷ്യൽ സെൽസ് ഓഫ് ദ ഗാമിറ്റോഫോറിൻ്റെ സൂപ്പർഫിഷ്യൽ സെൽസ് എന്നാണ് അവർ ഡെവലപ്പ് ചെയ്തേക്കണം. സ്പോറോഫൈറ്റ് ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫുഡ്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. The capsule wall several layered ആണ്, chlorophyllous ആണ്, and is provided with stomata. Sporogenous tissue and columella develop from the outer layers of the endothelium. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് ഈ ഡയഗ്രത്തിനകത്ത് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് ഗാമിറ്റോഫൈറ്റ്, അതിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സ്പോറോഫൈറ്റ്, ക്യാപ്സ്യൂളിൻ്റെ മുകളിലുള്ള ഇതിനെയാണ് നമ്മൾ കാലിപ്ട്ര എന്ന് പറയുന്നത്. ആ കവറിങ് പോലുള്ള നീണ്ടിരിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കാലിപ്ട്ര എന്ന് പറയണത്. ദാറ്റ്സ് ഓൾ. അപ്പം ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം.